അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ചെന്നൈ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്. ഇത് IOCയിലുമായിട്ട് ബന്ധപ്പെട്ട ഗവൺമെന്റ് സ്ഥാപന എന്റർപ്രൈസസ് തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ റിക്രൂട്ട്മെന്റ് എക്സിക്യൂട്ടീവ് ആണ് നമ്മളിതിന് പറയാൻ പോകുന്നത്. ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഈ പറഞ്ഞു വന്ന നമ്മുടെ കെമിക്കൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഈ ബൂത്ത് കാറ്റഗറിയിലാണ് വന്നിരിക്കുന്നത്. 15-3-4 ഇത്രയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത് വെച്ചാൽ റിസർവേഷൻ കാറ്റഗറിക്കും എല്ലാം ഉണ്ട്, OBCക്കും SCക്കും എല്ലാം ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ PWDയിലെ ഈ പറഞ്ഞ റിസർവേഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാറ്റഗറിയൊക്കെയാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞു തന്ന കാറ്റഗറി ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പർ ഏജിനെ കുറിച്ചും എല്ലാം പറഞ്ഞിട്ടുണ്ട്. 26 ആണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് എന്തുകൂടെ പറഞ്ഞിട്ടുണ്ട്, ഷെഡ്യൂൾഡ് കാസ്റ്റിന് 5 ഇയേഴ്സ് ഇതുണ്ട്, എന്തുണ്ട് റിസർവേഷൻ ഉണ്ട്. 3 ഇയേഴ്സ് മോറുണ്ട്. ആർക്ക് ബാക്ക്വേർഡ് ക്ലാസ്സിന് 10 ഇയേഴ്സ് ഉണ്ട്. PWക്ക് എക്സ് സർവീസ്മാന് 5 ഇയേഴ്സ് ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ആണ് എല്ലാവരും പറയുന്നത്, എല്ലാ ഇതും പറയുന്നത്. പിന്നെ ഈ പറഞ്ഞു വന്ന SC/STക്കും PWDക്കും 55% ആയിരുന്നു. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി നമ്മൾ പറഞ്ഞു വരുന്നത് ഹ്യൂമൻ റിസോഴ്സസ് ഉണ്ട്. അത് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. എഞ്ചിനീയറിംഗ് ഡിഗ്രി BE or BTech. പിന്നെ നമ്മൾ പറഞ്ഞു വരുന്നത് മോഡ് ഓഫ് സെലക്ഷൻ എന്ന് പറഞ്ഞത് ചെന്നൈയിൽ തന്നെ വന്ന് ഈ പറഞ്ഞ ഓൺലൈൻ ടെസ്റ്റ് എഴുതിട്ടുണ്ട്. പിന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻ ഉണ്ട്, പേഴ്സണൽ ഇൻ്റർവ്യൂ ഉണ്ട്, ഡിഫറെൻറ്റ് ടാസ്ക്, നോളജ്, സ്കിൽസ്, ആപ്റ്റിറ്റ്യൂഡ്, ഈ പറഞ്ഞ ആറ്റിറ്റ്യൂഡ്, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 120 ക്വസ്റ്റ്യൻസ് മാർക്കാണ്. ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ഉണ്ട്, വെർബൽ എബിലിറ്റി, സ്പീക്കർ റീസണിങ്, ലോജിക്കൽ ഡിഡക്ഷൻ, ന്യൂമറിക്കൽ എബിലിറ്റി. 15 ക്വസ്റ്റ്യൻസ് കൺസേൺ ഡിസിപ്ലിൻ വിത്ത് 17 ക്വസ്റ്റ്യൻസ്. 1/4 നെഗറ്റീവ് മാർക്കുണ്ട്. 2 hours ആയിരിക്കും എക്സാം ഉള്ളത്. ഫൈനൽ എക്സാം 85% റിട്ടേൺ ടെസ്റ്റ് മാർക്കും 15% പേഴ്സണൽ ഇൻ്റർവ്യൂവിനുമായിരിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ ഇതെല്ലാമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. പിന്നെ പേ സ്കെയിൽ പറയുന്നത് 40K to 1.4K ലാക്ക്. അപ്പോൾ ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് അറൗണ്ട് ഒരു 19.5 ലാക്ക് CTC ആണ്. അപ്പോൾ ആപ്ലിക്കേഷൻ ഫീസ് നമുക്ക് 500 രൂപയോളമാണ്. അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അക്കാഡമിക് ഡീറ്റെയിൽസ്, വർക്ക് എക്സ്പീരിയൻസ്, ഇതെല്ലാം നമ്മൾ അതിൻ്റെ അകത്ത് കൊടുക്കേണ്ടതാണ്. ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. അങ്ങനെയുള്ള ഡൗൺലോഡ് ആപ്ലിക്കേഷൻ എവിടെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളപ്പം പിന്നെ പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ ഈ പറഞ്ഞു വന്ന ലാസ്റ്റ് ഡേറ്റ് പറയുകയാണെങ്കിൽ 22/1 ഓപ്പണിംഗ് ഡേറ്റ് വന്നിരിക്കുന്നത്. ക്ലോസിംഗ് ഡേറ്റ് 11 February ആണ്. അതേപോലെ തന്നെ ഓൺലൈൻ പേയ്മെൻറ്റ് 11/02 ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. ടെൻറ്റേറ്റീവ് അഡ്മിറ്റ് കാർഡ് നോട്ട് ബി ലേറ്റർ 23/2000 എക്സാം ടെസ്റ്റ് നടക്കാൻ ചാൻസ് ഉള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ഓപ്പർച്യൂണിറ്റി ആണെന്ന് വിചാരിക്കുന്നു. ബാക്കി നമുക്ക് അടുത്ത ഇതിൽ പറയാം. താങ്ക് യു. ബൈ.